ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ജീവിതം എല്ലായ്പ്പോഴും ഒരേപോലെ സുന്ദരമായിരിക്കില്ല. ചില ദിവസങ്ങൾ നാം ജയം കാണും, ചില ദിവസങ്ങൾ നമുക്ക് തോൽവിയായിരിക്കും സമ്മാനിക്കുന്നത്. ചിലപ്പോൾ മനസ്സ് പറയുന്നുണ്ട്, ഇനി മതി, ഇനി എന്നെ കൊണ്ടൊന്നും ആവില്ല. മനസ്സ് കൈവിട്ട പോലെ തോന്നുന്നുണ്ട്. പക്ഷേ ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ കൈവിടൽ എന്ന വാക്കിന് ഇടമില്ല. കാരണം നമ്മുടെ മുന്നിലുള്ളത് അള്ളാഹു തന്നെയാണ്. ആ സന്ദർഭങ്ങളിൽ നാം ചിന്തിക്കുക, എല്ലാവർക്കും ഇത്തരം ഘട്ടങ്ങൾ വരും. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ടിട്ടുള്ളത്. പല സ്വഹാബികൾക്കും തോൽവികൾ ഉണ്ടായ സമയങ്ങളുണ്ട്. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ തോറ്റു എന്ന് തോന്നിയപ്പോഴും അത് അവരുടെ ആത്മാവിനെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. ജീവിതത്തിൽ മനസ്സ് കൈവിടാനുള്ള തോന്നൽ സാധാരണമാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് പോകണം എന്നതാണ് വ്യത്യാസം. നമ്മുടെ മനസ്സ് തളർന്നു അല്ലെങ്കിൽ കൈവിട്ടു എന്ന് തോന്നുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവസാനിക്കാത്ത പ്രശ്നങ്ങൾ, അതായത് കടം, കുടുംബ പ്രശ്നം, ആരോഗ്യ പ്രശ്നം, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തത്, നാം കണ്ട സ്വപ്നങ്ങൾ പൊളിഞ്ഞു പോകുന്നത്, നമുക്ക് അടുത്തവരിൽ നിന്നുള്ള നിരാശമായ അനുഭവങ്ങൾ, നമ്മെ മനസ്സിലാക്കാത്തവരുടെ വാക്കുകൾ, അള്ളാഹുവുമായുള്ള ഒരു ആത്മീയ അകലം, ഇതെല്ലാമാണ് നമ്മുടെ മനസ്സ് തളരാനുള്ള പ്രധാന കാരണങ്ങൾ. മനസ്സ് തളർന്നു പോകുന്ന ഈ സന്ദർഭങ്ങളിൽ ഖുർആൻ നമുക്ക് ഒരുപാട് പാഠങ്ങൾ, പ്രതീക്ഷയുടെ പാഠങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിസ്സഹായരാകരുത്, ദുഃഖിക്കരുത്, നിങ്ങൾ വിശ്വസിക്കുന്നവരായിരിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് വിജയികൾ. അതുപോലെ മറ്റൊരു സൂറയിൽ അള്ളാഹു പറയുന്നു, എന്നെ വിളിക്കൂ, ഞാൻ മറുപടി തരാം. ഖുർആൻ നമ്മോട് പറയുന്നു, ഓരോ കഷ്ടപ്പാടിന് പിന്നാലെ ഒരു സൗകര്യമുണ്ട്, ഒരു എളുപ്പമുണ്ട്. മനസ്സ് കൈവിടാതെ തളരാതെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇസ്ലാമികമായിട്ടുള്ള 5 ടിപ്സ് പറഞ്ഞു തരാം. 1. സ്വലാത്ത് പതിവാക്കുക, നമസ്കാരം പതിവാക്കുക. നിസ്കാരം എന്നത് ഹൃദയത്തിന് ആത്മീയമായിട്ടുള്ള ഒരു ഓക്സിജൻ പോലെയാണ്. നിന്റെ കണ്ണുനീർ നീ സജദയിൽ ഒഴുക്കിയാൽ മനസ്സിൻ്റെ ഭാരം അവിടെ തന്നെ ഇല്ലാതെയാകും. 2. ദുആ എന്നത് നീ ഒരു ആയുധമാക്കുക. മനസ്സിലെ എല്ലാ വിഷമങ്ങളും വേദനകളും നീ അള്ളാഹുവിനോട് പറയുക. ഹൃദയം ശൂന്യമായാലും വാക്കുകൾ കണ്ടെത്താനാകാതെ പോയാലും, യാ അല്ലാഹ്, എന്നെ സഹായിക്കാൻ വേറാരുമില്ല, നീ തന്നെയാണ് ആശ്രയം എന്ന് മാത്രം പറയുക. 3. ജീവിതം ചെറിയ ഘട്ടങ്ങളാക്കി പരിശോധിച്ചു നോക്കുക. എനിക്ക് ജീവിതം മുഴുവൻ ജയിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിനു പകരം ഇന്ന് ഞാൻ ജയിക്കും, ഇന്ന് ഞാൻ നല്ലത് ചെയ്യും എന്ന് മാത്രം വിചാരിക്കുക. 4. നല്ല കൂട്ടായ്മ തിരഞ്ഞെടുക്കുക. ആത്മവിശ്വാസം നൽകുന്ന സുഹൃത്തുക്കൾ, കുടുംബം, ഇവരുമായി കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ നെഗറ്റീവ് എനർജി തരുന്ന ആളുകളിൽ നിന്ന് ഒരു ഇടവേള എടുക്കുക. 5. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട കഥകളും മനസ്സിലാക്കുക. യൂസുഫ് അലൈഹിസ്സലാം ഒരുപാട് വേദനകൾ സഹിച്ചപ്പോഴും അദ്ദേഹം പ്രതീക്ഷ കൈവിടാതെ നിന്നു. അതുപോലെ മൂസ അലൈഹിസ്സലാം കടൽ മുന്നിലും ഫിർഔൻ പിന്നിലും ആയപ്പോഴും എന്നോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മുടെ മനസ്സ് കൈവിടുന്നു എന്ന് തോന്നുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാം. അതിലൊന്ന്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നാം 100 പ്രാവശ്യം പറയുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നത് പതിവാക്കുക. 2 റക്അത്ത് സലാത്തുൽ ഹജ്ജ നമസ്കരിക്കുക, അതായത് എന്തെങ്കിലും ആവശ്യം നിറവേറ്റാൻ വേണ്ടിയുള്ള നമസ്കാരം. ജീവിതം കൈവിടുന്നു എന്ന് തോന്നുന്ന സമയം യഥാർത്ഥത്തിൽ പുതിയ തുടക്കത്തിൻ്റെ വാതിലാണ് അവിടെ തുറക്കുന്നത്. നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരായാൽ തോൽവി എന്ന വാക്കിന് നമ്മുടെ ജീവിതത്തിൽ ഒരു മൂല്യവും ഉണ്ടാകില്ല. കാരണം നമ്മെ പരീക്ഷിക്കുന്നവനും നമ്മെ സ്നേഹിക്കുന്നവനും അള്ളാഹു ആണ്. തീർച്ചയായും നിങ്ങൾക്ക് ഞാനിവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ അവിടെ അള്ളാഹു പറയുന്നു, ഇത് വെറും തുടക്കമാണ്, നീ അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.